PC ഹിൻസൺ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോസാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ, കൊച്ചി എന്നിവ ലയിച്ച തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1949 തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം. അടുത്തത് 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി ഏതാണ്? അത് കണ്ണൻ ദേവനാണ്. ഉത്തരം എന്താണ്? കണ്ണൻ ദേവനാണ്. അടുത്തത് തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ പരീക്ഷകൾക്കാണ് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാ പരീക്ഷകൾക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടുത്തത് പ്രശസ്തമായ തൃശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ്. അത് ഫോറസ്റ്റ് ഗോഡ് MCA 2015 ചോദിച്ച ഒരു ചോദ്യമാണ്. പ്രശസ്തമായിട്ടുള്ള തൃശൂർ പൂരം ആരംഭിച്ചത്. അടുത്തത് കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അടുത്ത നോക്കാം. മധ്യകാല കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് മാത്രം നൽകിയിരുന്ന ശിക്ഷയായിരുന്നു ശരീരത്തിലൂടെ ഇരുമ്പ് പാര അടിച്ചുകയറ്റി ദിവസങ്ങളോളം മരത്തിൽ കെട്ടിയിട്ട് കൊല്ലുക എന്നത്. ഈ ശിക്ഷ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ചിത്രവധം. ഏതാണ്? ചിത്രവധം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട നിർമ്മിച്ചത് ആരാണെന്ന് കരുതപ്പെടുന്നു? അത് ശിവപ്പ നായ്ക്കറാണ്. അടുത്തത് 1847 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. അത് എവിടെയാണ് എന്നുള്ളതാണ്. അത് ആലപ്പുഴയിലാണ്. എപ്പോൾ വർഷം ഓർത്ത് വെക്കാം. 1847 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്തത് വിദേശ അറബി വ്യാപാരിയായ സുലൈമാൻ കേരളത്തിലെത്തിയത് ആരുടെ ഭരണകാലത്താണ്? ആരുടെയാണ്? സ്ഥാണു രവിവർമ്മന്റെ. അടുത്തത് ആദ്യമായി ഒരു ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരായിരുന്നു? സോദി തിരുനാളാണ് ഇംഗ്ലീഷ് സ്കൂൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് സ്ഥാപിച്ചത്. അടുത്തത് ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അടുത്തത് തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ച രാജാവ് ആരാണ്? ഉത്തരം സോദി തിരുനാളാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവ് ആരാണ്? ഉത്തരം രാജേന്ദ്ര ചോളനാണ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ട ചോള രാജാവാണ് രാജേന്ദ്ര ചോളൻ. അടുത്തത്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും. പുരാതന കാലത്ത് കേരളവുമായി യവന്മാർക്കും റോമന്മാർക്കും ഉണ്ടായിരുന്ന വാണിജ്യബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഏതാണ്? അത് പട്ടണമാണ്. അത് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടന ഏതാണ്? BEM ആണ്. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി സംഘടനയാണ് BEM. അടുത്തത് കേരളത്തിൽ പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. പെരുമ്പടപ്പ് സ്വരൂപം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്തത് പ്രാചീന കേരളത്തിൽ വിവിധ തിണകൾ നിലനിന്നിരുന്നു. പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേരേത്? അതാണ് കുറിഞ്ചി. അടുത്തത് കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിന്റെ പേരെന്താണ്? മ്യൂസിരസ്. കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ്? 825. അടുത്തത് കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയ് രാജവംശമാണ്. അടുത്തത് പോകാം. മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമാക്കിയിരുന്ന പ്രാചീന കേരളത്തിലെ തിണയാണ് നെയ്തൽ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെയ്തൽ ഭൂപ്രകൃതി പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? നേരെ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യനാണ്. മത്സ്യബന്ധനമാണ്. അടുത്ത് നോക്കാം. കുലശേഖര രാജാക്കന്മാരുടെ ഒരു പരമ്പര AD 800 മുതൽ 1124 വരെ കേരളം ഭരിച്ചിരുന്നു. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? മഹോദയപുരമാണ്. അടുത്തത് തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആരാണ്? അത് മാർ സബീർ ഈശോയാണ്. ഹലോ. അടുത്തത് സൗന്ദര്യലഹരി എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ശങ്കരാചാര്യരാണ്.
അടുത്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അടുത്തത് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പോകാം. അടുത്ത നോക്കാം. അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെ തീർപ്പിൻ എന്ന പ്രശസ്തമായിട്ടുള്ള സന്ദേശം ആരുടേതാണ് എന്നുള്ളതാണ്. ഉത്തരം വാഗ്ഭടാനനാണ് അതിനുത്തരം. അടുത്തത് സാധുജന പരിപാലന സംഘം രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീശങ്കരനാണ്. പ്രച്ഛന്നബുദ്ധൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീശങ്കരനാണ്. അടുത്തത് സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ ഉത്ബോധിപ്പിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു? ഉത്തരം ശ്രീനാരായണ ഗുരു തന്നെ. അടുത്തത് കേരള നവോത്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അടുത്തത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? വാഗ്ഭടാനന്ദ ഗുരുവാണ്. കേരളത്തെ ആന പുനരധിവാസ കേന്ദ്രം ഏതാണ്? കോട്ടൂരാണ്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 18/11/2017 ചോദിച്ച ഒരു ചോദ്യമാണ്. അടുത്തത് മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താ? ആനയാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാറ്. കബനി ഏത് പോഷക നദിയാണ്? കാവേരി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിൽ നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം 27ആണ്. തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ എന്ത് നിക്ഷേപങ്ങളാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. ലിഗ്നൈറ്റ് നിക്ഷേപങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ കണ്ടുവരുന്ന നിക്ഷേപം. അടുത്തത് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. നൽകിയിട്ടുള്ളതിൽ നാഷണൽ പാർക്ക് അല്ലാത്തതാണ് പേപ്പാറ. ബിയോണ്ട് ദി ബാക്ക് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്? കുമരകം. അടുത്തത് ഒരു ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സിന് ഉദാഹരണം എഴുതാനാണ് പറയുന്നത്. പശ്ചിമഘട്ടമാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് കേരളത്തിലാണ് ഉള്ളത്. എവിടെയാണത്? അത് തെന്മലയിലാണ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഇതാണ്, ചിന്നാറാണ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഏതാണ്? ചിന്നാറാണ്. അടുത്തത് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013 റിപ്പോർട്ട് സമർപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? അതാണ് പൂക്കോട് തടാകമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. അടുത്തത് പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അടുത്തത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതി അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AS ആനന്ദാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് AS ആനന്ദാണ്. അടുത്തത് പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16 ചുരങ്ങളാണ് ഉള്ളത്. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അത് പമ്പയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കേരളത്തിൽ ഉത്ഭവിച്ച് അതിർത്തിയിലേക്ക് ഒഴുകുന്ന നദി കബനിയാണ്. കേരള, കർണാടക, കബനി. അങ്ങനെ കേരളത്തിൽ ഉത്ഭവിക്കുക കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് കബനി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച സമിതി ഏതാണ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. അടുത്തതിലേക്ക് പോകാം. കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയായത് എപ്പോഴാണ്? 1955 പണി പൂർത്തിയായത്. അടുത്തത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണിയിൽ ഏതു നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്? പെരിയാർ നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത്. അടുത്തത് തിരുവാതിരവേല ഏതു രാശിയിലായിരിക്കും? മിഥുനം രാശിയിലാണ്. അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബ്രഹ്മം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസലാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അടുത്തത് ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം 13 to 14 ദിവസങ്ങളാണ്.
ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അടുത്തത്, 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റാംസർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ശാസ്താംകോട്ട കായൽ. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശമറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വിഷുവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ പറയുന്നവയിൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെയാണ് ശബരി നദി. അടുത്തത്, നെഹ്റു ട്രോഫി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാന കേന്ദ്രമാണ് ഇരവികുളത്താണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിന് കുറുകെ. കേരളത്തിൽ പ്രകൃതിയെ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലമാണ് മറയൂര്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അത് മാത്രം ചെയ്താൽ പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.